ഈ വടി കൊടുത്ത് അടി മേടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെയൊക്കെ ഉള്ളിൽ പല രീതിയിലുണ്ട് കേട്ടോ. വടി കൊടുത്ത് നമ്മൾ അടി മേടിക്കും. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഇസ്രായേൽക്കാരും ഈജിപ്തുകാരും കൂടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു രാജാവ് വല്ലാണ്ട് ഭീതി പരത്താൻ തുടങ്ങി. ഇസ്രായേൽക്കാരെല്ലാവരും കൂടി ഇനിയിപ്പോൾ സംഘടിച്ച് നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയുന്നു പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈജിപ്തുകാർ പല രീതിയിൽ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കാൻ നോക്കി, പല രീതിയിൽ അവരെ തകർത്ത് കളയാൻ നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി. ശരിക്കും ഭയമൊന്നും ഇല്ലായിരുന്നു. ഇവരിങ്ങനെ ഭയമുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഒരു കാര്യമില്ലാതെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പം ഈ എന്തൊക്കെ പീഡിപ്പിച്ചിട്ടും ഇവരതിനെ അതിജീവിക്കുവാനും പ്രതിരോധിക്കുവാനും അത് വളർന്നു വരുവാനും വ്യാപിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പം പതുക്കെ ഈജിപ്തുകാരുടെ ഉള്ളിൽ ഭയം വന്നു തുടങ്ങി. വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവം നമ്മുടെയും ജീവിതത്തിലുണ്ട്. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വായിൽ കോലിട്ടിളക്കി അവർ പറയണത് തിരിച്ചു കേട്ടിട്ട് വീണ്ടും അസ്വസ്ഥമായിട്ട് പോകുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ വടി കൊടുത്ത് അടി മേടിക്കണ നമ്മുടെ ഈ സ്വഭാവം മാറ്റിവെച്ചാലുണ്ടല്ല, നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. ഒന്നും മിണ്ടാതെ പോകുന്ന ജീവിത പങ്കാളിയായിരിക്കും ഉണ്ടാവണേ ഒരു കാര്യം. പിന്നെ നമ്മൾ പോയിരുന്ന് ചൊറിഞ്ഞ് അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇത് ഇങ്ങനെ ആയാലെന്താ, അവസാനം വഴക്കുണ്ടായി. ആരാ കാരണം ഉണ്ടാക്കിയതാണ് വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവം. ഇത് ഭാര്യയുടെ കുറ്റവും ഭർത്താവിൻ്റെ കുറ്റവും മാത്രമല്ല, രണ്ടുപേരും പല രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ ഒരു തരത്തിലും പ്രശ്നമില്ലാതെ പോകുന്ന സമയത്ത് വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവങ്ങൾ നമ്മളും ഒക്കെ കാണിക്കാറുണ്ട്. തിരിച്ചറിയാൻ പറ്റണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.